ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ ഹെൽത്ത്, ഫിസിക്കൽ, ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്കറിയാം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, എന്തൊക്കെയാണ് എക്സാമിന് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൂമിങ്? സൂമിങ് എന്നാൽ എന്ത്? സൂമിങ് ഈസ് ദ ടെക്നിക് ഓഫ് ഷോയിങ് എ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഈസ് എ ക്ലോസർ വ്യൂ യൂസിങ് ദ ലെൻസ് വിത്തൗട്ട് മൂവിങ് ക്യാമറ. അഥവാ ക്യാമറ മുന്നോട്ട് നീക്കാതെ ലെൻസ് ഉപയോഗിച്ച് വിദൂരതയിലുള്ള ഒരു വസ്തുവിനെ സമീപ ദൃശ്യമായി കാണിക്കുന്നതിനെയാണ് നമ്മൾ സൂമിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫോണിലൊക്കെ നമ്മൾ സൂം ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ സൂമിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പഠിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് വൺ സ്റ്റേറ്റ് ആൻഡ് ഡാൻസ് ഫോം. എന്തൊക്കെയാണ്? ഓരോ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോം ഏതാണെന്ന് എഴുതണം. കേരള ഏതാണ്? കേരളയുടെ കഥകളിയാണ്. ഒഡീഷ ഒഡീസിയാണ്. തമിഴ്നാടുവിൻ്റെ ഭരതനാട്യമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ കുച്ചിപ്പിടിയാണ്. മണിപ്പൂരിൻ്റെ മണിപ്പൂരിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ സോങ്? ഒരു ഗാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? പല്ലവി, അനുപല്ലവി, ചരണം. ഓക്കെ, പല്ലവി, അനുപല്ലവി, ചരണം, ഇതാണ് ഒരു പാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നാലാമത്തേത്, റൈറ്റ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം വിച്ച് വി ക്യാൻ മേക്ക് ഹാൻഡിക്രാഫ്റ്റ്. എന്താണ്? കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റിയ വസ്തുക്കൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്? കളിമണ്ണ്, ചിരട്ട, പാഴ്വസ്തുക്കൾ, പേപ്പർ, തടി കഷ്ണങ്ങൾ, മുള. ഓക്കെ, ക്ലേ, കോക്കനട്ട് ഷെല്ല്, വേസ്റ്റ് മെറ്റീരിയൽസ്, വുഡൻ പീസസ്, ബാംബു, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോ ബാഗ് കൾട്ടിവേഷൻ? ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് കൂട്ടുകാരെ? ലെസ് സ്പേസ്, നോ വേസ്റ്റേജ് ഓഫ് വാട്ടർ, എഫക്റ്റീവ് ഫെർട്ടിലൈസേഷൻ, ലെസ് കോസ്റ്റ്, ലെസ് പെസ്റ്റ് അറ്റാക്ക്. അഥവാ സ്ഥലം കുറച്ച് മതി, വെള്ളം പാഴാകുന്നില്ല, വളപ്രയോഗം, ചിലവ് കുറവ്, കീടശല്യം കുറവ്, വിളവെടുപ്പ് എളുപ്പം. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആറാമത്തേത്, ഹൂ ഈസ് ദ ഓതർ ഓഫ് അവർ നാഷണൽ ആന്തം വന്ദേ മാതരം? നമ്മുടെ ദേശീയ ഗാനമായ വന്ദേ ഭാരതത്തിൻ്റെ രചയിതാവ് ആരാണ്? ആരാണ് വന്ദേ ഭാരതം രചിച്ചിട്ടുള്ളത് കൂട്ടുകാരെ? ബാക്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏഴാമത്തെ ചോദ്യം, വിച്ച് മ്യൂസിക്കൽ ബ്രാഞ്ച് എവോൾവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യയിൽ രൂപം കണ്ട സംഗീത ശാഖ ഏതാണ്? കർണാടക സംഗീതമാണ്. ഓക്കെ, കർണാട്ടിക് മ്യൂസിക്. എട്ടാമത്തേത്, വാട്ട് ആർ ദ ഫാബ്രിക് ഡെക്കറേഷൻ മെത്തേഡ്സ്? വസ്ത്രാലങ്കാര രീതികൾ ഏതെല്ലാം? ഫാബ്രിക് പെയിൻറ്, എംബ്രോയ്ഡറി, വെജിറ്റബിൾ പെയിൻറ്റിങ്, ഡൈ പെയിൻറ്റിങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഡ്രസ്സിൽ ചെയ്യുന്ന പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി 9, വാട്ട് മെഷേഴ്സ് ക്യാൻ വി ടേക്ക് ടു പ്രിവെൻറ്റ് വേസ്റ്റ് ഫ്രം ബിക്കമിങ് ഗാർബേജ്? പാഴ്വസ്തുക്കൾ മാലിന്യമായി മാറാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? എന്തൊക്കെ ചെയ്യാം? സെപ്പറേറ്റ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് അറ്റ് ദ സോഴ്സ്, ഡു നോട്ട് ത്രോ എവേ ഇൻഓർഗാനിക് മെറ്റീരിയൽസ്, റീയൂസ് വാട്ട് ഈസ് പോസിബിൾ, ഡു നോട്ട് വേസ്റ്റ് ഫുഡ് അൺനെസസറിലി. ഉറവിട സ്ഥാനത്ത് തന്നെ നമ്മൾ അജൈവം, ജൈവം എന്നിങ്ങനെ വേർതിരിക്കുക. അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സൂക്ഷിക്കുക, സാധ്യമായവ പുനരുപയോഗിക്കുക, ഭക്ഷ്യവസ്തുക്കൾ അനാവശ്യമായി പാഴാക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 1, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ബോഡി ടെമ്പറേച്ചർ? ശരീരോഷ്മാവ് കണ്ടെത്താനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. ഓക്കെ, തെർമോമീറ്റർ. 2, നെയിം ഫോർ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി സ്പോർട്സ് ആക്ടിവിറ്റീസ്. പരിസ്ഥിതി സൗഹൃദപരമായ 4 കായിക പ്രവർത്തനങ്ങളുടെ പേര് എഴുതുക. ഏതൊക്കെയാണ്? ബോട്ടിങ്, വോളിബോൾ, ട്രെക്കിംഗ്, സർഫിംഗ്. ഒന്നുകൂടെ പറയാം, ബോട്ടിംഗ്, വോളിബോൾ, ട്രെക്കിംഗ്, സർഫിംഗ്. വഞ്ചിക്കളി, വോളിബോൾ, ട്രെക്കിംഗ്, സർഫിംഗ്. 3, which country won the 2024 ICC 2020 വേൾഡ് കപ്പ്? 2024 ICC 2020 വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്.
4. റൈറ്റ് ദ റൂൾസ് ഓഫ് എനി ഗെയിം യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിയുടെ നിബന്ധനകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മാജിക് വാൻഡ് മാന്ത്രിക വടിയുടെ നിബന്ധനകളാണ് കൊടുത്തിട്ടുള്ളത്. പ്ലേസ് ദ മാജിക് വാൻഡ് ഇൻ എ സ്മോൾ സർക്കിൾ ഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ പ്ലേയിങ് ഫീൽഡ്. വൺ ഓഫ് ദ പ്ലേയേഴ്സ് വിൽ ബി ദ ഗോഡ് ഓഫ് ദ മാജിക് വാൻഡ്. ദ അതർ പ്ലേയേഴ്സ് ഷുഡ് ട്രൈ ടു ടേക്ക് ദ വാൻഡ് ആൻഡ് പുട്ട് ഇറ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ദ ഗോഡ് should try to touch the players who came to take the wand. At the same time, the stick should be checked without other taking it. The people guarding the stick can only touch other players if it is inside the circle. When the god moves forward to touch a player, the players can take the stick from the circle and throw it outside. അഥവാ കളിക്കളത്തിന് നടുവിൽ വരച്ചിരിക്കുന്ന ചെറിയ വൃത്തത്തിൽ മാന്ത്രിക വടി വെക്കണം. എന്നിട്ട് മാന്ത്രിക വടിയുടെ കാവലാളായി കളിക്കാരിൽ ഒരാൾ ഉണ്ടാകും. മറ്റു കളിക്കാർ വടിയെടുത്ത് വൃത്തത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ശ്രമിക്കണം. ഇനി അതേസമയം തന്നെ വടി മറ്റുള്ളവർ എടുക്കാതെയും നോക്കണം. വടി വൃത്തത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കാവിൽ നിൽക്കുന്ന ആളുകൾക്ക് മറ്റു കളിക്കാരെ തൊടാൻ ആവുകയുള്ളൂ. കാവിൽ നിൽക്കുന്ന ആള് ഒരു കളിക്കാരനെ തൊടാനായി മുന്നോട്ട് പോകുമ്പോൾ കളിക്കാർക്ക് വൃത്തത്തിൽ നിന്നും വടിയെടുത്ത് പുറത്തേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇതാണ് മാന്ത്രിക വടി എന്നുള്ള കളി. ഇനി അഞ്ചാമത്തേത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് എങ്ങനെയാണ് കളിക്കുന്നത്, അതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ദെൻ അഞ്ചാമത്തേത്, ഹൂ ഈസ് ദ മലയാളി ഫീമെയിൽ അത്ലറ്റ് ഹൂ ഹാസ് ബ്രോട്ട് ഇന്ത്യ ഈസ് ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ് ഇൻ സ്പോർട്സ്. ഇന്ത്യൻ കായിക മേഖലയെ ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് എത്തിച്ച മലയാളിയായ വനിത കായിക താരം ആരാണ്? PT ഉഷയാണ്. ഓക്കെ, PT ഉഷ. ആറാമത്തേത്, ഹൂ ഈസ് ദ മലയാളി പ്ലെയർ ഇൻ ദ ഇന്ത്യൻ ടീം who won at least one medal in hockey at the 2024 പാരീസ് ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ഓക്കെ, PR ശ്രീജേഷ്. 7th question, who is the first Indian shooting player to win 2 medals in one Olympics? ഒരു ഒളിമ്പിക്സിൽ നിന്ന് 2 മെഡൽ ആദ്യമായി നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം മനു ബക്കർ ആണ്. ഓക്കെ, മനു ബക്കർ. 8th question, write the names of 4 aerobic exercise. 4 എയറോബിക് എക്സസൈസുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കിംഗ്, സൈക്ലിംഗ്, ജോഗിങ്, സ്വിമ്മിങ്. അഥവാ നടത്തം, സൈക്ലിംഗ്, ജോഗിങ്, നീന്തൽ. ഇതൊക്കെ എയറോബിക്സ് എക്സസൈസ് ആണ്. ഇനി എയറോബിക് എക്സസൈസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതും കൂടെ പഠിച്ചു വെക്കുക. 9ാമത്തേത്, വാട്ട് ഈസ് വാമിംഗ് അപ്പ്? എന്താണ് വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ? It is the preparatory phase before starting a physical activity or sports competition. Warm-up helps in improving sports performance and preventing injuries. All stretching exercises should be continued for a specific number of seconds. All parts of the body should be included in the exercise correctly. അഥവാ ശാരീരിക പ്രവർത്തനമോ കായിക മത്സരമോ ആരംഭിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ് ഘട്ടമാണിത്. കായിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും പരിക്കുകൾ തടയുന്നതിനും വാമിംഗ് അപ്പ് സഹായിക്കുന്നു. എല്ലാ സ്ട്രെച്ചിങ് വ്യായാമവും നിശ്ചിത സെക്കൻഡ് തുടരുകയും വേണം. ഇനി 10ാമത്തെ ചോദ്യം, റൈറ്റ് ദ നെയിംസ് ഓഫ് ഫോക്ക് ഗെയിംസ് ദാറ്റ് ആർ വെരി പോപ്പുലർ ഇൻ യുവർ കൺട്രി. നിങ്ങളുടെ നാട്ടിൽ ഏറെ പ്രചാരത്തിലുള്ള 4 നാടൻ കളികളുടെ പേര് എഴുതുക. കോലികളി, കുട്ടിയും കോലും, ഏറും പന്ത് കളി, മാജിക് വാൻഡ്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന കളികളുടെ പേര് എഴുതിയാലും മതി. 11, വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? പ്രഥമ ശുശ്രൂഷ എന്നാൽ എന്ത്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൻ ടു എ പേഴ്സൺ ഹു ഹാസ് ആൻ ആക്സിഡൻറ്റ് ഓർ എമർജൻസി. അപകടങ്ങളിലോ അത്യാഹിതങ്ങളിലോ പെടുന്നയാൾക്ക് അടിയന്തരമായി നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. 12, വാട്ട് ഈസ് ദ പൾസ് റേറ്റ് ഓഫ് പേഴ്സൺ വെൻ എൻഗേജ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്? കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരാളുടെ പൾസ് റേറ്റ് എന്താ സംഭവിക്കുക? ഇൻക്രീസസ്. പൾസ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നോർമലി ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും സെയിം ആണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ പൾസ് റേറ്റ് കൂടും. 13, റൈറ്റ് 2 പ്രിക്കോഷൻസ് ഫോർ സേഫ് വാക്കിംഗ്. സുരക്ഷിതമായ കാൽനടയാത്രയ്ക്ക് വേണ്ട 2 മുൻകരുതലുകൾ എഴുതുക. ഫോളോ ദ റോഡ് റൂൾസ്. വാക്ക് ഓൺലി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. റോഡ് നിയമങ്ങൾ പാലിക്കുക. റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. 14, വാട്ട് ബെനിഫിറ്റ്സ് ഡു യു ഗെറ്റ് ഫ്രം എൻഗേജിങ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്?
കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇൻക്രീസസ് ഫിസിക്കൽ ഫിറ്റ്നസ്, ലോസസ് വെയ്റ്റ്, ഇൻക്രീസസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഓൾട്രസ്, റെഡ്യൂസസ് ഡിസീസസ്. കായികക്ഷമത കൂടുന്നു, വണ്ണം കുറയുന്നു, ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഉണർവ് ലഭിക്കുന്നു, അസുഖങ്ങൾ കുറയുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. അതുകൂടാതെ ചിത്രം വരക്കാനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ പെൻസിലും സ്കെച്ചും കളേഴ്സും ഒക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.